വെൽക്കം ബാക്ക് ടു വൈറ്റ് ഫ്ലവർ ടോക്സ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ, പണ്ട് ഞാൻ കോഴിക്കോട് നിന്നിരുന്ന സമയത്ത് എൻ്റെ അമ്മായി പേരക്കുട്ടി അഫ്സൽ നിസാമിന് വേണ്ടി ഉണ്ടാക്കിയ പല്ലടയുടെ ഒരു സ്നാക്കാണിത്. പല്ലട എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് പല്ല് മുളച്ച് വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. താഴെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ അട, കത്തി, താക്കോല് അങ്ങനെ ഓരോന്നും നിരത്തി വെച്ചിട്ട് കുട്ടികളെ നീന്തി ചെന്ന് എടുക്കുന്നത് എന്താണോ അത് ഭാവിയിൽ കുട്ടി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിത്തീരും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. 2 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പും വെള്ളം അല്പാൽപ്പം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അരമുറി തേങ്ങയും കൂടിയും നല്ലതുപോലെ ചിരകി അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ 2 ഏലയ്ക്ക്, കടലപ്പരിപ്പ് വേവിച്ചതും കൂടി ആഡ് ചെയ്യണം. കടലപ്പരിപ്പ് നേരത്തെ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് വേവിച്ചതാണ്. അതിനുശേഷം ഇവിടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തുകയോ പ്രസ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് 1 സ്പൂണ് ഫില്ലിങ് കൂടി വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. ഇനിയിപ്പം അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും കൂടുതൽ പെർഫെക്ഷനും എളുപ്പവും ചെയ്യാൻ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ ഓരോ ബോൾസും പരത്തിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അടാക്കിയെടുക്കണം. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ടിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള പല്ലട റെഡി ആയിട്ടുണ്ടാവും. ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ എന്നിട്ട് മാമാടെ മോൾക്ക് വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി എനിക്ക് മനസ്സിലായത്. യൂട്യൂബിൽ പല്ലട എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പാലട റെസിപ്പിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒതൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ പല്ലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമാടെ പേരക്കുട്ടിക്ക് വെച്ചിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞല്ലോ. ആദ്യമായിട്ടൊന്നല്ല, അവസാനമായിട്ടും. പിന്നീട് ഇതുപോലത്തെ ഒരു ചടങ്ങ് ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാനവിടെ വളരെ 3 വർഷം മറ്റും ഉണ്ടായിട്ടുള്ളൂ. പിന്നീടുള്ള കുട്ടികൾക്കൊന്നും ഇത് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതുപോലെ സാധനങ്ങളൊക്കെ നിലത്തിങ്ങനെ അങ്ങനെ ഓരോന്ന് നിരത്തി വെച്ച്. കത്തി ഒറിജിനലാണ് വെക്കേണ്ടത്, പക്ഷെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച്, അഥവാ ഞാൻ മോനെങ്ങാനും എടുത്ത് കൈമുറിഞ്ഞാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഓരോന്നിനും ഇതിന് ഓരോ മീനിങ് ഉണ്ട് കേട്ടോ. കണ്ണാടിക്ക് മാത്രം പ്രത്യേകിച്ച് മീനിങ് ഇല്ല. അത് ഞാനൊരു മോള് പറഞ്ഞപ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി വെച്ചത്. അതിന് ഇനി മീനിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ മോൻ എന്താണ് കറക്റ്റ് നീന്തി വന്നിട്ട് ആദ്യം കണ്ണാടി തന്നെയാണ് എടുത്തത് അവന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ എല്ലാത്തിനും ഓരോ മീനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാമാടെ പേരക്കുട്ടി എടുത്തത് കത്തിയാണ്. അപ്പോൾ ആയുധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ജോലി കിട്ടും എന്നാണ് അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം. കണ്ണാടി നല്ല ഭംഗി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു റൗണ്ടും കൂടി 3 റൗണ്ടാക്കാമെന്ന് വിചാരിച്ചു. 3ാമത്തത് ഫൈനൽ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ആൾ നീന്തി വന്നിട്ട് എടുത്തത് ബുക്കായിരുന്നു. ബുക്ക് പഠിക്കും എന്നുള്ള ഒരു വിശ്വാസമൊക്കെയാണ് കേട്ടോ. നല്ല പഠിപ്പിച്ചിട്ടാകും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ബുക്ക് കൊണ്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ ഒരു റൗണ്ടും കൂടിയും വെച്ചു. 3ാമത്തെ റൗണ്ടിൽ ആൾ വന്നിട്ട് എടുത്തത് പൈസയായിരുന്നു. ഭാവിയിൽ പൈസക്കാരനാവും എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ആദ്യമേ ഞാൻ പറയാം, എനിക്ക് ഈ കോൺസെപ്റ്റിൽ വിശ്വാസം കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഒരു കൗതുകത്തിനും രസത്തിനും വേണ്ടി മാത്രം എടുത്തതാണിത്. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.